ഇന്ത്യൻ കോബ്ര അതിവേഗം ഇരയെ കീഴടക്കുന്നു. വിഷം സിരകളിലൂടെ അതിവേഗം പ്രവർത്തിക്കുന്നു. നമസ്കാരം, ഫണി ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായി നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങളിടുന്ന ഓരോ വീഡിയോസിനും നിങ്ങൾ കമൻ്റ് ഇടുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, പാമ്പ് കടിയേറ്റ് ഒരു 8 വയസ്സുകാരൻ മരണപ്പെട്ട വാർത്തയെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് അറിയാനിടയായ ഒരു വാർത്തയാണ്, പാമ്പ് കടിയേറ്റ് 5 ദിവസമായിട്ട് ചികിത്സയിലിരുന്ന ഒരു 4 വയസ്സുകാരൻ കൂടി മരണപ്പെട്ടു എന്നൊരു വാർത്ത ഇന്ന് അറിയാനിടയായി. അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ വീടുകളിലേക്കൊക്കെ പാമ്പ് കയറി വരുന്നതിനുള്ള മെയിൻ കാരണങ്ങളിലൊന്നാണ് എലി. അപ്പോൾ ആ എലിയെ നമ്മുടെ വീടുകളിൽ നിന്ന് തുരത്താനായിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ കടകളിൽ നിന്നൊക്കെ ഹിറ്റ് അതുപോലത്തെ ഇതൊക്കെ മേടിച്ച് വെക്കുന്നു. പക്ഷേങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് നമ്മുടെ കൈവശമുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന എലിയെ കൊല്ലാനായിട്ടുള്ളൊരു മരുന്ന് അല്ലെങ്കിൽ ഒരു കീടനാശിനി അതുപോലെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു മരുന്നിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പാരസെറ്റാമോൾ 650 mg ആണ്. അപ്പോൾ ഈ പാരസെറ്റാമോളിൻ്റേത് 5 ഗുളിക ഞാൻ എടുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത് ഈ കാണുന്നത്. കൂടാതെ ഇത് ശർക്കര ചീകി ഒരു കുഴമ്പ് പരുവത്തിലാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു ശർക്കര നമ്മൾ ആവശ്യാനുസരണം നമുക്കിതെടുത്തത് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയതാണ് ഈ ഒരു ബൗളിൽ കാണുന്നത്. കൂടാതെ അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അതിൽ ഒന്നാമത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റെമഡിയാണ് ശർക്കരയ്ക്ക് ഈ ശർക്കര ലൈനിൽ മുക്കുന്നതിന് വേണ്ടി അത്യാവശ്യമുള്ളൊരു സാധനമാണ് പഞ്ഞി. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളുമായി പറയാം. ഇത് ഈ ഒരു പഞ്ഞി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഈ ഒരു പഞ്ഞി എടുത്തിട്ട് ഇത് ഈ ശർക്കര ലൈനിയിൽ ഇങ്ങനെ മാക്സിമം മുക്കി ഇതിനകത്ത് ഈ ശർക്കരയുടെ ഇതിനകത്ത് ഈ പഞ്ഞിയിൽ മാക്സിമം വെക്കുക. ഇത് ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ മാക്സിമം ഇത് ഉണക്കിയെടുക്കുക. ഇത് എടുത്തിട്ട് എലി വരുന്ന അല്ലെങ്കിൽ പന്നിയെലി അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ എലി കയറുന്ന ഒരു സ്ഥിരം വരുന്ന ഒരു വഴി അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇത് വെക്കുക. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇത് വെക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഇത് ഈ ശർക്കരയുടെ മധുരം കൊണ്ട് ഈ മണവും ഈ ഒരു രുചിയും കാരണം എലി വന്ന് ഇത് കടിച്ചു കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ വായിലെ അല്ലെങ്കിൽ നാവിലെ ഉമിനീരുമായിട്ട് മിക്സ് ചെയ്ത് ശ്വാസകോശത്തിലൊക്കെ ആയിട്ട് എലിക്ക് ബുദ്ധിമുട്ടുണ്ടായി 2-3 ദിവസത്തിന് ശേഷം എലി മരണമടയുന്നതിന് ഇടയാകുന്നു. അതാണ് ഒന്നാമത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ കാണിച്ചായിരുന്നു, ഈ പാരസെറ്റാമോൾ 650 mg ഗുളിക എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. ഈ ശർക്കര ലായനിയിലോട്ട് നമ്മൾ ഈ പാരസെറ്റാമോളിൻ്റെ 650 mg 5 ഗുളിക നമ്മൾ പൊടിച്ചതാണ് അത് ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്യുക. അതും ഇപ്പോൾ എലി വരുന്നതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഫുഡിൻ്റെ രീതിയിലുള്ള അത് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഒരു ബിസ്ക്കറ്റാണ് ഇതിനകത്തൊന്ന് പൊടിച്ച് മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പം അത് ഈ ശർക്കര ലായനിയിൽ നേരത്തെ നമ്മൾ കാണിച്ചു വെച്ച ശർക്കര ലായനിയിലും 650 mg 5 പാരസെറ്റാമോളിൻ്റെ ഗുളികയിലുമായിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു നേരത്തെ ആ പഞ്ഞി വെച്ചതിൻ്റെ ആ ഒരു രീതിക്ക് തന്നെ നമുക്കിതൊരു ഉണ്ട വലുപ്പത്തിൽ ഉരുട്ടി ഒന്ന് വെക്കാവുന്ന രീതിയിൽ, നെല്ലിക്ക വലുപ്പത്തിൽ മുമ്പത്തെ പോലെ തന്നെ നമുക്കൊന്ന് ഉരുട്ടി വെക്കാവുന്ന രീതിക്കാണ് നമ്മളിതൊന്ന് ആക്കിയെടുക്കുന്നത്. അപ്പം ഇത് അഥവാ ഒന്ന് ആ ഒരു ഖരരൂപത്തിൽ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർത്തതിന് ശേഷം നമുക്കൊന്ന് തീരെ ഒരു ലൂസായിട്ടുള്ള പരുവത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി നമുക്കിതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊരു കട്ടി രൂപത്തിലാകുമ്പോൾ, അല്ലെങ്കിൽ ഈ ശർക്കരയുടെ വെള്ളത്തിൻ്റെ നനവ് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അതിനെടുക്കാവുന്ന രീതിക്ക് പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് നമുക്കിതൊന്ന് കുഴച്ചൊരു ഉണ്ട വലുപ്പത്തിലാക്കാം, ഒരു ഉരുട്ടി വെക്കാവുന്ന രീതിക്ക് നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിലാക്കി നമുക്കിതെടുക്കാം.
ഇങ്ങനെ ഈ ഒരു ഇത് വെക്കുന്നതിന് മുമ്പേ പഞ്ഞി ശർക്കര ലൈനിൽ മുക്കി വെക്കുന്ന ആ ഒരു രീതി പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ ഈ ഒരു രീതി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എലികൾ 2-3 ദിവസം എടുക്കില്ല. അതിന് മുമ്പ് തന്നെ തീർത്തും അവയെ ഇല്ലാതാക്കുവാനായിട്ട് ഇടയാകും. കാരണം ഇതിനകത്ത് പാരസെറ്റാമോൾ 650 mg 5 ഗുളികയോളം നമ്മൾ ഇതിനകത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം ബിസ്ക്കറ്റിൻ്റെയൊക്കെ പൊടിയൊക്കെ ഒരാവശ്യത്തിനൊക്കെ ഉള്ള ഒരു രീതിക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് തീർത്തും ഇത് എലിയെ ഇല്ലാതാക്കുവാനായിട്ട് ഇടയാക്കും. അപ്പം എല്ലാവരും ഇത് മാക്സിമം കഴിവതും പറ്റുന്ന രീതിക്ക് ഇത് ട്രൈ ചെയ്യുക. കോഴി, പൂച്ച, പിന്നെ പ്രത്യേകിച്ചുള്ളത് നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ പൂച്ചകളെ ഇതൊക്കെ വളർത്തുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഈ ഒരു വിഷം ഈ കോഴി, പൂച്ച മുതലായവയൊന്നും കഴിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു രീതിക്ക് ഇത് സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ ഈ 2 റെമഡി നിങ്ങൾക്ക് തീർത്തും പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഈ വീഡിയോസ് ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിച്ച് ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.